ഹലോ ഗൈസ്, വെൽക്കം ടു ദ ചാനൽ ലൈഫ് വിത്ത് ബെല്ല. ഇന്ന് ഞാനൊരു സെൽഫ് ഡേറ്റിന് പോകാനാണ്. എനിക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്, പിന്നെ ലൈബ്രറി പോകാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പോകാൻ പോവാണ്. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ വേ ആണ്. ഇതിലൂടെ കടന്ന മെയിൻ റോഡിലോട്ട് എത്തും. മെയിൻ റോഡിൽ ബസ് സ്റ്റോപ്പൊക്കെ നമ്മുടെ തൊട്ടടുത്താണ്. ഒരു 200 മീറ്റർ വാക്കൊക്കെ ഉള്ളൂ. ബസ് എത്താറായി. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. അതാ ബസ് എത്തി, ബസ് പോയി. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ബസ്സിൽ പോകേണ്ടി വരും. അങ്ങനെ ബസ് അടുത്തടുത്തുണ്ട്. ഒരു 5-10 മിനിറ്റ്സ് കൂടുമ്പോൾ ഇങ്ങനെ ബസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ബസ് സ്റ്റോപ്പിൽ പോസ്റ്റായിട്ടിരിക്കുകയാണ്. കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ബസ് വന്നു. ബസ്സിൽ നമ്മളിവിടെ കാർഡ് ഉപയോഗിച്ചാണ് കയറുന്നത്. കാർഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി. ബസ് വന്നു, ഇതിൽ കാർഡ് ടാഗ് ചെയ്യുക, എന്നിട്ട് അവിടെ പോയിരിക്കുക. പിന്നെ നമ്മുടെ സ്റ്റോപ്പ് എത്തുമ്പോൾ ആ സ്റ്റോപ്പ് അവിടെ വിളിച്ച് പറയും. പിന്നെ നമ്മളൊരു ഇറങ്ങാനുള്ളൊരു കീ അമർത്തേണ്ടി വരും. സീറ്റിലെല്ലാം ആ കീ ഉണ്ടാവും. ഒരു റെഡ് കളറിൽ സ്റ്റോപ്പ് കീ ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പ്രസ് ചെയ്താൽ നമുക്ക് എത്തേണ്ട സ്ഥലത്തെത്തുമ്പോൾ അതനുസരിച്ച് വണ്ടി അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇറങ്ങി ഓരോ സ്ഥലങ്ങളിലേക്ക് പോവാം. ഞാൻ ഈ ഒരു സിസ്റ്റമായിട്ട് വളരെ യൂസ്ഡ് ആയിട്ടോ. എനിക്കിവിടെ ന്യൂസിലൻഡിൽ വന്നിട്ട് ഏറ്റവും ഇഷ്ടമായ ഒരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഈ ബസ്സിൻ്റെ. ഞാൻ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വെച്ചത് ആനേഹുങ്ക ലൈബ്രറിയാണ്. അപ്പം ഞാൻ ലൈബ്രറിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് ലൈബ്രറി. എൻ്റെ മോസ്റ്റ് ഓഫ് ദി ലിഷർ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ലൈബ്രറിയിലെത്തി. ഞാൻ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് പ്രിൻറ്റ്സ് എടുക്കാനായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ലൈബ്രറി കാർഡ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പ്രിൻ്റ് എടുക്കാം. ഓക്കെ, ഇതാണ് ഒനേഹുങ്ക ലൈബ്രറിയുടെ ഇൻസൈഡ് പോർഷൻ. ഇവിടെ എന്ന് പറഞ്ഞാൽ പല കാറ്റഗറിയിലുള്ള ബുക്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഫോർ ചിൽഡ്രൻ, ഫോർ സ്റ്റുഡൻസ്, യങ്സ്റ്റേഴ്സ്, അഡൽട്ട്സ്, അങ്ങനെ പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ടാവും. അതുപോലെ തന്നെ ഓരോ ജോൺറി അനുസരിച്ചും ലൈക്ക് ബയോഗ്രഫി, സ്റ്റോറീസ്, അങ്ങനെയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് ആണ് നമുക്കിവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെ മെയിനായിട്ട് വന്നത് പ്രിൻ്റ് എടുക്കാനാണല്ലോ. അപ്പോൾ പ്രിൻ്റ് എടുക്കാനായിട്ട് ഞാൻ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പ്രിൻ്റ് എടുക്കുന്നത്. ഇവിടെ മിക്ക ഫീൽഡിലും നമ്മൾ ക്യാഷ് കൊടുത്ത് ഒരു സർവീസ് വാങ്ങിക്കുന്നില്ല. മിക്കതിനും ഓരോ കാർഡ് ഉണ്ടാവും അവരുടെ. അപ്പോൾ ആ കാർഡുകൾ നമ്മളിങ്ങനെ റീചാർജ് ചെയ്ത് വെക്കണം. ഇത് ലൈബ്രറി കാർഡാണ്. ഇതിൽ നമുക്ക് മണി റീചാർജ് ചെയ്യാം. അപ്പോൾ ആ കാർഡിൽ നിന്നാണ് എമൗണ്ട് പോവുക. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ടോ, ഇങ്ങനെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് വായിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നവർ, അതുപോലെ തന്നെ ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇവിടെ വന്നിട്ടാണ് അവരുടെ അസസ്മെൻറ്റ്സും പ്രൊജക്ട്സും എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഒരു ചിൽഡ്രൻ ഏരിയ ഉണ്ട്. ഇവിടെ ചിൽഡ്രൻ ബുക്സ് ആയിരിക്കും ഫോക്കസ് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന റാക്കിലെല്ലാം. ഇപ്പോൾ ഇവിടെ കുട്ടികളൊന്നും ഇല്ല, പക്ഷേ സ്കൂൾ വിടുന്ന ടൈം ആകുമ്പോൾ കുട്ടികളേക്ക് കൊണ്ട് പാരൻസ് വരാറുണ്ട്. ഞാൻ അവസാനം നോക്കി ഒരു എസ്സേ ബുക്ക് എടുത്തു. അപ്പോൾ അതും നമ്മൾ ചെക്കിങ് ആൻഡ് ചെക്ക് ഔട്ട് ആ ബുക്സ് എല്ലാം ചെയ്യുന്നത് സെൽഫ് സർവീസ് ആയിട്ടാണ് കേട്ടോ. അല്ലാതെ അവിടെ ആളുകളുണ്ടാവും, നമുക്ക് അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷേ നമ്മൾ തന്നെയാണ് കൂടുതൽ പേരും ബുക്ക് എടുക്കുന്നതും അതുപോലെ തന്നെ ബുക്ക് റിട്ടേൺ ചെയ്യുന്നതെല്ലാം നമ്മൾ സെൽഫ് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതും കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എൻ്റെ ബുക്ക് ഏതാണെന്ന് ഞാൻ സെലക്ട് ചെയ്തു. സ്കാൻ ചെയ്താൽ മതി ബാർകോഡ്. അതിനുശേഷം നമ്മളത് ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എടുത്തും അതുപോലെ തന്നെ ഈ ബുക്ക് സ്കാൻ ചെയ്തും നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവിടെ സെലിബ്രേഷൻസും അതുപോലെ ഒരു സ്പെഷ്യൽ ഡേയ്സൊക്കെ ഈ ലൈബ്രറിയിൽ ആഘോഷിക്കും. അപ്പോൾ അങ്ങനെ എന്തോ ക്യൂബൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് ആളുകൾക്ക് നോളേജ് നൽകാമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇങ്ങനെ പിക്ചേഴ്സും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ ചുമ്മാ ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു. അപ്പോഴാണ് എനിക്ക് പരിചയമുള്ളൊരു ഫേസ് ഞാൻ അവിടെ കണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരാന്ന്? അതെ, ചെഗുവേര. അപ്പോൾ ചെഗുവേരയുടെ ഈ ഒരു ഫോട്ടോ ഒരു സോൾഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതായിരുന്നു. പക്ഷേ ക്യൂബൻ റെവല്യൂഷൻ്റെ ആ ഒരു
മെമ്മറിയും കൂടിയാണ് ഇതിലൂടെ റീഡേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എക്സിബിഷൻ അവർ നടത്തിയത്. Can I have the lemon cheesecake? Yeah. The yellow one. No. റീഡിങ്ങിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഈ ലൈബ്രറിയുടെ അടുത്തൊരു ബേക്കറി ഉണ്ട്. അപ്പോൾ ഞാനെപ്പോഴും അവിടെ പോയി കോഫിയും അതുപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഞാൻ നോക്കി വെച്ചാണ് റൈറ്റ് ആയിരുന്നു ഈ ചീസ് കേക്ക്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ലെമൺ ചീസ് കേക്കാണേ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ചീസ് കേക്ക് ഇതല്ല. ഞാനിങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ടേസ്റ്റ് ഇതല്ല. എന്നാലും പിന്നെ നമ്മൾ വാങ്ങിച്ചതല്ലേ, അതുകൊണ്ട് നമുക്ക് കഴിക്കാം. ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു ഡ്രസ്സ് ഷോപ്പിലാണ് കയറിയത്. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കിട്ടിയായിരുന്നു. ഒരു ഫ്രോക്ക് പോലത്തെ ഒരു ഡ്രസ്സാണ് ഞാനെടുത്തത്. പിന്നെ ഇവിടെ തന്നെ ചെറിയ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു നെക്ലേസ് എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രസ്സും നെക്ലേസൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ കമ്പാരിറ്റീവ്ലി ബാക്കി ഷോപ്പുകൾ വെച്ച് നോക്കുമ്പോൾ റേറ്റൊക്കെ കുറവാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഇനി നമ്മൾ കെമിസ്റ്റിലേക്കാണ് പോകുന്നത്. കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വെയർ ഹൗസാണ്. അത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു വെയർ ഹൗസാണ്. ഇവിടെ നമുക്ക് കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ മെഡിസിൻസ് ഇതെല്ലാം ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ വരും. അതുപോലെ തന്നെ കൂടുതലും ഇങ്ങനെ ഉള്ള ഐറ്റംസ് മേടിക്കാനുള്ളവർ ഓർഡിനറി ഷോപ്സിൽ നിന്ന് വാങ്ങിക്കാതെ ഈ വെയർ ഹൗസിൽ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് കൂടുതൽ കാണാം. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടാവും. യൂഷ്വലി മന്ത് എൻഡിങ്സിലൊക്കെ ഓഫേഴ്സ് വരാറുണ്ട്, വളരെയധികം ഡിസ്കൗണ്ട് വരാറുണ്ട്. ആദ്യം ഞാൻ നോക്കുന്നത് ഒരു SPF ഉള്ളൊരു മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ സൺസ്ക്രീനോ ആണ്. എൻ്റെ കയ്യിലുള്ള സൺസ്ക്രീൻ അത്ര ഓക്കെ അല്ല, ഇവിടുത്തെ ടെമ്പറേച്ചറൊന്നും ഓക്കെ അല്ല. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ സെറ്റാഫിലിൻ്റെ ഒരു SPF ഉള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങിയായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഗുഡ്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. I feel it's so good. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പോയത് ഈ ഏരിയയിൽ നിന്ന് എനിക്കൊന്നും വാങ്ങാനില്ല. പക്ഷെ ഞാനിവിടെ എത്തിയാൽ ഞാനിങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഏതൊക്കെ ബ്രാൻഡാണ് അതുപോലെ ഏതൊക്കെ കളേഴ്സാണ് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പയ്യെ വരുള്ളൂ. ഇവിടെ നിന്ന് എനിക്കൊന്നും വാങ്ങാനില്ല. ഇത് കോസ്മെറ്റിക്സ് ഒക്കെയാണ്. അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി 1-2 പീസൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കൂടുതൽ വാങ്ങുന്നില്ല ഇപ്പോൾ. ഓക്കെ, ഇവിടെയും ലിപ്സ്റ്റിക്കിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഐലൈനേഴ്സ്, ഫൗണ്ടേഷൻ അതിൻ്റെയൊക്കെ ഭാഗമാണ്. ഞാൻ ഫൗണ്ടേഷൻ ലവർ അല്ല കേട്ടോ, ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്ത ആളാണ്. ഫൈനലി ഞാനിപ്പോൾ ഒരു പെർഫ്യൂം വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. പെർഫ്യൂം ഞാൻ ഒരുപാട് ടെസ്റ്റേഴ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്മെല്ല് ഞാൻ അവിടെ നിന്ന് കണ്ടില്ല. അവസാനം എനിക്ക് എലിസബത്ത് ആറ്റം എന്ന് പറയുന്നൊരു ബ്രാൻഡ് ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. ഇതിൻ്റെ സ്മെല്ല് വളരെ ലൈക്ക് എ ഡിഫറെൻറ്റ് സ്മെൽ ആൻഡ് ഐ ഫീൽ ലൈക്ക് ഇറ്റ് ഈസ് സോ അലൈൻ ടു മീ. എനിക്ക് ഭയങ്കര മാച്ചായിട്ടുള്ള സ്മെല്ല് പോലെ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ പെർഫ്യൂമും കൂടി എടുത്ത് ബില്ല് ചെയ്യാൻ പോവാണ്. അപ്പോൾ പെർഫ്യൂം ഉണ്ട്, അതുപോലെ മോയ്സ്ചറൈസർ എടുത്തായിരുന്നു സെറ്റാഫിലിൻ്റെ, പിന്നെ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റും പിന്നെ ലിപ് ബാമോ അങ്ങനെ എന്തൊക്കെയാണ് എടുത്തത്. അങ്ങനെയെല്ലാം ബില്ല് ചെയ്ത് നമ്മൾ പോവാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ പുറത്തിറങ്ങുമ്പോൾ കാണാം. ബൈ ഗൈസ്.